ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഫാമിലി എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിന്ന്. അതിന് രാവിലെ തന്നെ എണീച്ച് പണിയെല്ലാം തീർത്ത് പിന്നെ 6:30 മണി നമുക്ക് ബസ് വരും എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ മാറ്റി റെഡിയായി റോഡിലേക്ക് പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ബസ്സെല്ലാം വന്നിന്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. സ്റ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബാഗൊന്നുമില്ല, എല്ലാവർക്കും ചെറിയ ഒറ്റൊരു ബാഗേ ഉള്ളൂ. പിന്നെ ബസ്സിൽ നിന്ന് വെറുതെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ പഴംപൊരിയും പിന്നെ ചപ്പാത്തി റോള്, പിന്നെ ഉമ്മ നല്ല മുട്ടയപ്പാക്കിനി, അത് പിന്നെ ബ്രെഡ് വാട്ടിയത്, അങ്ങനെ കുറച്ച് ഐറ്റംസെല്ലാം ഓരോ ഫാമിലിയെല്ലാം ആക്കിനി. പിള്ളേരെല്ലാം പിന്നെ ട്രിപ്പ് പോകുന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അവർ ബസ്സിൽ കയറിയ പാടന്നെ പാട്ടെല്ലാം വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിള്ളേർ ഡാൻസ് കളിക്കുന്നുണ്ടപ്പോൾ പിന്നെ നമുക്ക് വെറുതെ നിൽക്കാൻ കഴിയും. നമ്മളും അങ്ങ് എണീച്ചത് തുള്ളാൻ തുടങ്ങി. ബസ്സിൽ കയറി കുറച്ച് ടൈം കഴിഞ്ഞ ഉടനെ പിന്നെ ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നല്ല കാറ്റും, പിന്നെ പുറത്ത് നോക്കുമ്പോൾ നല്ല മൂടൽമഞ്ഞ്, നല്ല മഞ്ഞിങ്ങനെ, നല്ല മലേൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞെല്ലാം കാണാൻ എന്താ രസം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ വന്നത് പൈതൽമലയിലുള്ള ഹോളിസ്റ്റിക് എന്നുള്ള ഒരു റിസോർട്ടിലാണ്. നമ്മളെല്ലാവരും അവിടുന്ന് ബസ്സെല്ലാം ഇറങ്ങി. ഇത് പോയ പോലെ തന്നെ തിരിച്ചു വരുന്നത് ആ ബോക്സിൽ പാമ്പിനെ കണ്ടിട്ടാണ്. പാമ്പിനെ കണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നവർ. അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ പോയി പൈസ എല്ലാം അടിച്ച് പിന്നെ അവരെല്ലാവർക്കും ബാൻഡ് കെട്ടിക്കൊടുത്തിന്. കുട്ടികൾക്ക് ഒരു കളറും പിന്നെ വലിയാൾക്ക് ഒരു കളറും ബാൻഡ് അങ്ങനെ കെട്ടിക്കൊടുത്ത്. ഇതാണ് അവിടുത്തെ റൂം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറച്ച് എൻ്റെ ഉള്ളെല്ലാം കാണിച്ചു തരാം. അവിടെ നല്ല ക്ലൈമറ്റെല്ലാം ഇങ്ങനെ ആസ്വദിച്ച്, പിന്നെ നല്ല അന്ന് ഫുള്ള് മഴ തന്നെയായിരുന്നു.
പോയപാടും നമുക്ക് കോഫിയും ചായയെല്ലാം കൊണ്ട് തന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഇതിൻ്റെ പേര് കേക്കാന്ന് തോന്നുന്നു തിന്നാൻ കിട്ടിയത്. അത് നമ്മൾ ചായയെല്ലാം കുടിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത്. പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിലോ പിന്നെ എല്ലാവരും പല പല വൈക്കായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത്. ഫസ്റ്റ് തന്നെ അവർ നമുക്ക് കാണിച്ചു തന്നത് ഇതുണ്ടാവും, പക്ഷികൾ, കോഴികൾ, അങ്ങനെയെല്ലാം കാണിച്ചു തന്നിന്. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ആടുന്ന ഓരോ സ്ഥലത്ത് നടന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോയി കുറച്ച് സമയം ഇവിടെ നിന്ന് ഷട്ടിൽ കളിച്ച്. പിള്ളേരെല്ലാം പിന്നെ ട്രാമ്പോലിൻ ഇല്ലേ അത് കണ്ട് അതിൻ്റെ മുകളിലേക്ക് ഓടി. അതിൽ കുറേ സമയം തുള്ളിക്കളിച്ച് അതിൻ്റെ സൈഡെല്ലാം ഏകദേശം ഒന്ന് കീറുന്നുണ്ടായിനി. അതുകൊണ്ട് കുറച്ച് പേർക്ക് മാത്രമേ കയറാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോയത് ട്രക്കിംഗ് ആണ് ജീപ്പിൽ. അത് നല്ല രസമുണ്ടായിന്. എല്ലാവർക്കും ചെറുങ്ങനെ ഒന്ന് പേടിയായിന്. അങ്ങനെ അതിലേക്ക് പോയി നമ്മൾ നേരെ മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ പിന്നെ എയർമാഡ് ഉണ്ടായിന്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അത് കണ്ട്. പിന്നെ ഞാൻ കയറിയിട്ടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ എന്തോ താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടിയാണ്. അതുകൊണ്ട് ഞാനതിൽ കയറിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ആളെല്ലാം അതിൽ കയറി. പിന്നെ നമ്മൾ മെല്ലെ ജീപ്പ് താഴേക്ക് പോയിട്ടില്ല. നമ്മൾ താഴേക്ക് മെല്ലെ നടന്നിട്ടാണ് പോയത്. മെല്ലെ ഓരോ നടക്കാൻ തുടങ്ങി അങ്ങനെ താഴേക്ക്. പിന്നെ നമ്മൾ സിപ്പ് ലൈനിൽ കയറി. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, വലുതൊന്നുമല്ല, ചെറിയ സിപ്പ് ലൈൻ. അതും കൂടി കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ താഴേക്ക് വന്നിട്ട് പിന്നെ പൂളിൽ ഇറങ്ങിയ ചെയ്തിന്. പിന്നെ പൂളിൽ തന്നെയാണ് ഉണ്ടായിന് കുറേ ടൈം. പൂളിൽ നിന്ന് പിന്നെ കുറേ റീലെടുക്കലും പിന്നെ ഫുള്ള് ഗെയിമും അങ്ങനെ അവിടെ തന്നെ നിന്ന് കുറേ ടൈം, ഒരു മണിക്കൂറോളം അവിടെ തന്നെ നിന്ന്. പിന്നെ അവിടുന്ന് പിന്നെ നേരെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല സാമ്പാറും ചോറും എല്ലാം ഉണ്ടായിന്. സാമ്പാർ, ചോറ്, പിന്നെ അവിയൽ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ചെല്ലാവരും. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം പിന്നെ വെറുതെ ഇരുന്ന്. പിന്നെ ഇതാണ് അവിടുത്തെ റൂമുണ്ടായിന്. റൂമെല്ലാം കുഴപ്പമില്ല, നല്ല റൂം തന്നെയാണ്. താഴെ ഒരു ബെഡും പിന്നെ മുകളിൽ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പുറം 2 സൈഡും ബെഡ് ഉണ്ടായിന്. ഒന്ന് ഇപ്പുറത്തെ സൈഡും പിന്നെ നേരെ ഒന്ന് അപ്പുറത്തെ സൈഡും. അങ്ങനെയും ഉണ്ടായിന്. പിന്നെ മുകളിൽ നിന്ന് നല്ല വ്യൂ എല്ലാം ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നല്ല മഞ്ഞും നല്ല തണുപ്പും എല്ലാം ഉണ്ടായിന്. നല്ല ഉണ്ട് കാണാനല്ലോ.
പിന്നെ അവിടെ തന്നെ കുറേ ടൈം കുറച്ച് ക്ലൈമറ്റെല്ലാം ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് തൂക്കുപാലത്തിലേക്കാണ്. തൂക്കുപാലം നേരെ അപ്പുറത്തെത്തിക്കാനാലാന്ന് വെള്ളച്ചാട്ടം കാണാൻ കഴിയുക. ചെറിയ തൂക്കുപാലമാണ്, അതും വലുതൊന്നല്ല, ചെറിയ തൂക്കുപാലമാണ്. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിലേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നുണ്ട്. അതിന് ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. നമുക്ക് മുകളിൽ നിന്ന് കാണാനേ പറ്റിയിട്ടുള്ളൂ. ഭയങ്കര ഫോഴ്സ് ആയിക്കൊണ്ട് അവിടെ അവർ കയറിട്ട് കെട്ടിയിട്ടുള്ള, പിന്നെ ആന വരുന്നതെല്ലാം പറയുന്നുണ്ടായിന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവരവിടെ ഒരു കയറിട്ട് കെട്ടീന്. പിന്നെ ഇത് കേരള കർണാടക ബോർഡറാണ്. ഇപ്പുറം കേരള, അപ്പുറം കർണാടകയാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് കർണാടക ബോർഡറാണ്. അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ നിന്ന് അത് കണ്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്, പിന്നെ ഇവിടെ കണ്ട ഒരാൾ നോക്കുന്നത് അതും കണ്ട്. കുറച്ച് സമയം പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ നിന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിന്, പാട്ടെല്ലാം ഇതിലുള്ള. അവിടെ നിന്ന് കുറച്ച് പാട്ടെല്ലാം പാടി ഡാൻസ് കളിക്കലും പിന്നെ കുറച്ച് ഗെയിമിങ്ങും അങ്ങനത്തെ എല്ലാം ആയി കുറച്ച് സമയം അവിടെ നിന്ന്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിന് ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിന്. പിന്നെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിന്. പക്ഷേ അവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ വെള്ളച്ചാട്ടവും പിന്നെ ഒരു ട്രക്കിങ്ങേ നമുക്ക് കാര്യമായിട്ടൊരു കണ്ടിട്ടുള്ളൂ. പിന്നെ പൂളെല്ലാം ചെറിയ പൂളാന്ന്, വലിയ പൂളൊന്നുമല്ല. പിന്നെ നമ്മളവിടെ സ്റ്റേ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കൊരത്ര നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിന്. പക്ഷെ എന്നാലും എന്തോ ഒരു മിസ്സിങ് ഉണ്ടായി നമുക്ക്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി, ബസ് അവിടെ നിന്ന് പുറപ്പെട്ട ഉടനെ നമ്മൾ പിന്നെ ബസ്സിൽ നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ നമ്മൾ കളിച്ചത്, നമ്മളൊരു ഫിലിം പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആക്ഷൻ കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കൂലേ, അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കളിച്ചത്. പിന്നെ എനിക്ക് ഇങ്ങനെ ബസ്സിൽ കയറി കുറേ ടൈം ഒരേ സാധനം നോക്കി ഇങ്ങനെ എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് പിന്നെ ഞാനതിൽ കുറച്ച് ബാക്കോട്ടേനുണ്ടായിന്. പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ അതിനാവുന്ന എണീച്ചത്. അതുവരെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നിട്ടുള്ളൂ. കുറേ ടൈം ആവും നോക്കിയിട്ടില്ല. ഒരാൾ പിന്നെ അത് കളിക്കാൻ തുടങ്ങി.
ഗെയിം കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും എണീച്ചൊന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ ആരും ഇരുന്നിട്ടൊന്നുമില്ല, ഫുള്ള് ഡാൻസ് ചെയ്യുന്നു. ഓരോ പാട്ടും വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്ന് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.